നമസ്കാരം. 2026 മാർച്ച് മാസം 4-ാം തീയതി ബുധനാഴ്ച, അതായത് നാളെ, തിരുവനന്തപുരം നഗരം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ സമരങ്ങളിൽ ഒന്ന് അരങ്ങേറുകയാണ്. ആ സമരത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ പത്രമാധ്യമങ്ങളിൽ ഒന്നും കണ്ടു കാണില്ല. ഇന്ന് വൈകുന്നേരത്തോടുകൂടി റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നേഴ്സുമാർ നാളെ അവരുടെ മിനിമം ശമ്പളം ഉയർത്തണം എന്ന ആവശ്യവുമായി വലിയൊരു സമരത്തിനായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച അവർ തൃശ്ശൂരിൽ വെച്ചൊരു വലിയ കൺവെൻഷൻ നടത്തിയിരുന്നു. എന്നിട്ട് സർക്കാരിനോട് പറഞ്ഞു, ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച് തരണം, അത് ഔദാര്യമല്ല, അവകാശമാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. 2018 ശേഷം ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. ഹൈക്കോടതിയും സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ നിയോഗിച്ച പല കമ്മീഷനുകളും പറഞ്ഞിരിക്കുന്നു, നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളം, തുല്യ ജോലിക്ക് തുല്യ ശമ്പളം, സർക്കാർ ആശുപത്രിയിലെ നേഴ്സുമാർക്ക് കിട്ടുന്ന അതേ ശമ്പളം കൊടുക്കണമെന്ന്. അത്രയും ഒന്നും ചോദിക്കുന്നില്ല. മിനിമം 40,000 രൂപ ശമ്പളം വേണം. അതായത് ഒരു ദിവസം പണിയെടുത്താൽ 1333 രൂപ ശമ്പളം കിട്ടണം. ഇതാണ് നേഴ്സുമാർ ചോദിക്കുന്നത്. 7 വർഷമായി നേഴ്സുമാരുടെ 1 രൂപ പോലും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. 7 വർഷത്തിനിടയിൽ ജീവിത ചെലവ് 10 മടങ്ങായി വർദ്ധിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് 2023 നേഴ്സുമാർ സമരം നടത്തിയിരുന്നു. സമരം ഒത്തുതീർപ്പിലാക്കാൻ ഇടക്കാല ആശ്വാസം പ്രഖ്യാപിച്ചു. UNAയുടെ യൂണിറ്റുകളുള്ള ആശുപത്രികളിൽ മാത്രം ആ ഇടക്കാല ആശ്വാസം നിലവിൽ വന്നു. എന്നാൽ സർക്കാരിൻ്റെ പ്രഖ്യാപനമല്ലാതെ മിനിമം വേതനം നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് 40,000 രൂപ മിനിമം വേതനം എന്ന ആവശ്യവുമായി ഞങ്ങൾ സമരത്തിനിറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഏതാണ്ട് 20,000-ത്തിലധികം നേഴ്സുമാർ ഒരാഴ്ച മുമ്പ് തൃശ്ശൂരിലെ ശക്തൻ സ്റ്റാൻഡിന് സമീപം തടിച്ചുകൂടി സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷെ സർക്കാർ അനങ്ങിയില്ല. മന്ത്രി രാജൻ അവിടെ എത്തി വാഗ്ദാനം നൽകിപ്പോയി, അനങ്ങിയില്ല. എല്ലാ പാർട്ടികളിലെയും ആളുകളുണ്ടായിരുന്നു, വാഗ്ദാനങ്ങൾ നൽകി. പക്ഷെ ആരും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ല. അതുകൊണ്ട് ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി നാളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 25,000-നും 30,000-നും ഇടയിൽ നേഴ്സുമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. നാളെ രാവിലെ മുതൽ തന്നെ നേഴ്സുമാർ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമീപം തടിച്ചുകൂടും. അവിടെ നിന്നവർ മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റിലേക്ക് പോകും. ഉച്ചവരെ അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. അതിനുശേഷം അവർ മാർച്ച് നടത്തി നേഴ്സുമാരുടെ കൺവെൻഷൻ നടത്താൻ പോവുകയാണ്. സമരപ്രഖ്യാപനവും സർക്കാരിനുള്ള മുന്നറിയിപ്പുമൊക്കെ ഈ സമരത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനുശേഷം നേഴ്സുമാർ ഒരു കൺവെൻഷൻ നടത്തുന്നു, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. ഈ കൺവെൻഷൻ എവിടെ നടത്തും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതിന്റെ കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പാരപണിയാണ്. നേരത്തെ തീരുമാനിച്ചിരുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷം നേരെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലേക്ക് മാർച്ച് നടത്തുക എന്നതായിരുന്നു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് പേർക്ക് ഇരിക്കാൻ കഴിയും. അവിടെ നേഴ്സുമാരുടെ അവകാശ പ്രഖ്യാപനമാണ് നടത്തുന്നത്, സമരമല്ല. നേഴ്സുമാരുടെ അവകാശ പ്രഖ്യാപനം നടത്തുന്നു, നേഴ്സുമാർ അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച നടത്തുന്നു. അങ്ങനെ ഒരു പദ്ധതിക്കാണ് രൂപം കൊടുത്തിരുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികളെയൊക്കെ ക്ഷണിച്ചിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, രമേശ് ചെന്നിത്തല, അനൂപ് ആന്റണി, ഷോൺ ജോർജ്, ശബരിനാഥ്, ഷിബു ബേബി ജോൺ, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ തുടങ്ങി അനേകം പേർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ നാടകീയമായി നേരത്തെ പണമടച്ച് ബുക്ക് ചെയ്തിരുന്ന നിശാഗന്ധി ഓഡിറ്റോറിയം ബുക്കിംഗ് റദ്ദാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് കിട്ടുന്നു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നാണ്. ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് നിശാഗന്ധി ഓഡിറ്റോറിയം. ടൂറിസം മന്ത്രിക്കും ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. ഇതൊരു നേഴ്സിംഗ് കൺവെൻഷനാണ്, സമരമല്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നേഴ്സുമാരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ അതിനോട് തിരിഞ്ഞു നിൽക്കരുത് എന്നൊരു ആവശ്യം സർക്കാരിന് മുമ്പിൽ ഉന്നയിച്ചിരുന്നു. മിക്ക മന്ത്രിമാരും അതിന് അനുകൂല നിലപാടാണ് എടുത്തത്. എന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നു. ഈ പരിപാടി റദ്ദ് ചെയ്ത് മതിയാവൂ എന്ന് ടൂറിസം വകുപ്പിനെ അറിയിക്കുകയും നിവൃത്തികെട്ട് ടൂറിസം വകുപ്പ് പണമടച്ച് ബുക്ക് ചെയ്തിരുന്ന ഹാള് റദ്ദാക്കുകയും ചെയ്തു. ഇത്രയധികം നേഴ്സുമാർ എത്തുന്നതാണ്, 25,000 നേഴ്സുമാർ എത്തുന്ന ഒരു വേദിയാണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അത്രയും നേരം നിൽക്കാൻ അനുമതിയില്ല. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 2-3 മണിക്കൂറിലധികം നിന്നാൽ അവർ അവിടെ നിന്ന് പിരിച്ചുവിടും, പോലീസ് പിരിച്ചുവിടും. അത് സംരക്ഷിത മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മൈക്ക് കെട്ടി ഒരു പരിപാടി നടത്താൻ സാധ്യമല്ല. വാസ്തവത്തിൽ അവിടെ ആയിരുന്നെങ്കിൽ നന്നായി നടത്താമായിരുന്നു. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ചെയ്താൽ ഒരു കുഴപ്പവുമില്ല, അവരനുവദിക്കും. പക്ഷേ രാഷ്ട്രീയമില്ലാത്തൊരു സംഘടന ഇങ്ങനെ പരിപാടിക്കിറങ്ങിയാൽ എല്ലാ നിയമ തടസ്സങ്ങളും അവർക്കെതിരെ വരും. നിയമത്തെ വെല്ലുവിളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുമ്പിൽ പ്രകടനം നടത്തി മിനിമം പ്രസംഗങ്ങൾക്ക് ശേഷം
മാർച്ചിന് ശേഷം അവിടെ നിന്ന് മാറാനാണ് തീരുമാനിച്ചത്. പക്ഷേ എങ്ങോട്ട് പോകും എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. കാരണം അവസാന നിമിഷമാണ് നിശാഗന്ധി ഓഡിറ്റോറിയം റദ്ദ് ചെയ്തത്. പിന്നീട് പുത്തിരിക്കണ്ട മൈതാനത്തേക്ക് ഈ നേഴ്സിംഗ് കൺവെൻഷൻ മാറ്റാൻ ശ്രമം നടത്തി. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ഇപ്പോഴത്തെ പദയാത്ര അതിന്റെ സമാപനം 6-ാം തീയതിയാണ്. അതിനു മുന്നോടിയായി 4ഉം 5ഉം അവർ ബുക്ക് ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ചു നോക്കി, മുതിർന്ന നേതാക്കളൊക്കെ സമ്മതിച്ചു. പക്ഷേ കൈമനം പ്രഭാകരൻ എന്ന തിരുവനന്തപുരത്തെ ഈ പന്തലിന് ബുക്ക് ചെയ്തിരിക്കുന്ന ആൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു ദിവസം മാത്രമാണ്, 4-ാം തീയതി മാത്രമാണ് വൈകുന്നേരം ഈ പരിപാടി നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതൽ KC വേണുഗോപാൽ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ളവർ സമ്മതിച്ചു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്റ്റേജ് ബുക്ക് ചെയ്തിരുന്നത് ഒരു കൈമനം പ്രഭാകരനാണ്. അയാൾ പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സാധ്യതയും മങ്ങി. അതുകൊണ്ട് 25,000-ത്തിലധികം നേഴ്സുമാർ നാളെ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് കൺവെൻഷൻ നടത്താൻ ഒരിടമില്ല. ഏതെങ്കിലും ഒരിടം കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നു. പക്ഷേ പിന്മാറുന്നില്ല. സർക്കാർ പക വീട്ടുന്നതിന് വേണ്ടി ഇത് റദ്ദ് ചെയ്തിട്ടും പിന്നോട്ടില്ല. നേഴ്സുമാർ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ പിന്നോട്ട് പോവേണ്ടതില്ല എന്ന വാശിയിൽ അവർ എത്തുകയാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള വിവിധ ആശുപത്രികളിലെ നേഴ്സുമാരാണ് ബസ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ഏതാണ്ട് 750ഓളം ബസ്സുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ബസ്സിലാണ് ഈ നേഴ്സുമാർ ഒഴുകിയെത്തുന്നത്. അവരുടെ അവകാശത്തിന് വേണ്ടി അവർ സമരം ചെയ്യുകയാണ്. ഇപ്പോഴും സർക്കാർ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ നഴ്സിംഗ് അവകാശ പ്രഖ്യാപനത്തിന് ശേഷം അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കാനാണ് നേഴ്സുമാരുടെ തീരുമാനം. സെക്രട്ടേറിയറ്റിനെ സ്തംഭിപ്പിക്കുന്ന, തിരുവനന്തപുരത്തെ സ്തംഭിപ്പിക്കുന്ന വലിയ സമരങ്ങളിലൊന്നായി ഇത് മാറും. സംസ്ഥാന സർക്കാരിന് കണ്ണു തുറന്ന് ഇവരുടെ വേദന കാണാൻ കഴിയുമെങ്കിൽ കാണുക. ഇല്ലെങ്കിൽ അവകാശം നേടിയെടുക്കുന്നതുവരെ അവർ നടത്തുന്ന ജനകീയ സമരത്തിന് മറുനാടിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ആ സമരത്തോടൊപ്പമാവും ഞങ്ങൾ എല്ലാ ദിവസവും. സെക്രട്ടറിയേറ്റിന് മുമ്പിൽ തന്നെ തുടർ നിരാഹാര സമരവും മറ്റും ആരംഭിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും നേഴ്സുമാരുടെ കണ്ണീരൊപ്പാൻ സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ അതിന് തയ്യാറുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്കും നാളെ 11 മണിക്കും 1 മണിക്കും ഇടയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വരാം, പിന്തുണ അറിയിക്കാം. അതിനുള്ള സൗകര്യം ഉണ്ടാവും. ഒരു 1:30 സെക്രട്ടേറിയറ്റിന് പിരിയാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ധാരണയില്ല. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ എവിടെയെങ്കിലും ഈ നേഴ്സുമാർ ഒരുമിച്ച് കൂടും. അവരുടെ അവകാശം അവർ ഒരുമിച്ച് പ്രഖ്യാപിക്കും. സർക്കാർ എത്ര പാര വെച്ചാലും എന്തെല്ലാം തലവേദന ഉണ്ടാക്കിയാലും പിന്മാറണ്ട. ജീവിക്കാനുള്ള അവകാശം 1333 രൂപ ഒരു ദിവസം വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്നേ വരെ തിരുവനന്തപുരം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സമര പരിപാടികളിൽ ഒന്നാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച്. ആയിരക്കണക്കിന് നേഴ്സുമാർ ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ദയവായി നിങ്ങൾ മുഖം ധരിച്ചു നിൽക്കരുത്. ആശുപത്രി മുതലാളിമാരെ ഭയന്ന് ദയവായി നേഴ്സുമാരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ മുഖം തിരിക്കരുത്. ഏതാണ്ട് 28 ലക്ഷത്തിലധികം നേഴ്സുമാർ കേരളത്തിൽ നിന്നും ഉണ്ടേ എന്ന് നിങ്ങൾ മറന്നുപോകരുത്. അവരിൽ മഹാഭൂരിപക്ഷവും കേരളത്തിന് പുറത്താണ്. പക്ഷെ അവരുടെയൊക്കെ മനസ്സ് ഈ നേഴ്സിംഗ് സമൂഹത്തോടൊപ്പമാണ്. അവരുടെ അനിയത്തിമാരോടും അനിയന്മാരോടും ഒപ്പമാണ്. ലോകത്തെല്ലായിടത്തുമുള്ള 28 ലക്ഷം മലയാളി നേഴ്സുമാർ ഒരുമിച്ച് തീരുമാനിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മുന്നണിയോ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും കഴിയുമെന്ന് മറക്കരുത്. നേഴ്സുമാർ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും മുഖം തിരിഞ്ഞു നിൽക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. നാളത്തെ ഈ ജനകീയ പ്രക്ഷോഭത്തിന് സകല മനുഷ്യരുടെയും പിന്തുണ യാചിക്കുന്നു.